ഇന്ത്യയുടെ ടി20 ടീമിൽ സഞ്ജുവിന് അവസരം. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി സൂപ്പർ താരം. ഇന്ന് പോരാട്ടത്തിനിറങ്ങാൻ ഒരുങ്ങി ഇന്ത്യ. പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വാർത്ത ന്യൂസിലാൻഡ് താരം കെയ്ൻ വില്യംസണെക്കുറിച്ചാണ്. ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന താരം നടന്നുകൊണ്ടിരിക്കുന്ന ടി20 വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡിന്റെ മോശം പ്രകടനത്തോടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. താരം സെൻട്രൽ കോൺട്രാക്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കോൺട്രാക്ട് ഇല്ലാതെ ടീമിന് വേണ്ടി കളിക്കാൻ താരത്തിന് സാധിക്കും. ട്രെന്റ് ബൗൾട്ടിനും ലോഗി ഫെർഗുസനും ശേഷം സെൻട്രൽ കോൺട്രാക്ട് ഒഴിവാക്കുന്ന ന്യൂസിലാൻഡ് താരം കൂടിയാണ് വില്യംസൺ. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടീമിനെ കുറിച്ചാണ്. ടി20 വേൾഡ് കപ്പിന് ശേഷം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ബുംറ തുടങ്ങിയ പ്രധാന താരങ്ങൾ ഇനി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനും ചാമ്പ്യൻസ് ട്രോഫിക്കും വേണ്ടിയായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ജൂലൈയിൽ നടക്കാനിരിക്കുന്ന ശ്രീലങ്കയുമായുള്ള ODI സീരീസിൽ ഇന്ത്യയുടെ ഒരു ഫുൾ സ്ട്രെങ്ത് ടീം തന്നെ ഇറങ്ങുന്നതാണ്. അതേപോലെ സിംബാബ്വെയായി നടക്കാനിരിക്കുന്ന ടി20 സീരീസിൽ യുവതാരങ്ങളുമായിരിക്കും കളിക്കുക. ടീമിലെ വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻ സഞ്ജുവും ധ്രുവ് ജൂരലും ആവാനാണ് സാധ്യത. സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ കാണാനും സാധിക്കും. അവസാനമായി ഇന്നലത്തെ വേൾഡ് കപ്പ് മത്സരത്തിലേക്ക് വന്നാൽ, ടോസ് നഷ്ടമായ സൗത്ത് ആഫ്രിക്കയ്ക്ക് ബാറ്റിംഗിനിറങ്ങി നല്ലൊരു ടോട്ടലായ 194 നേടിയെടുക്കാൻ സാധിച്ചു. എന്നാൽ ചേസിംഗിനിറങ്ങിയ യുസേക്ക് 18 റൺസിന്റെ കുറവിൽ തോൽവി നേരിടേണ്ടി വന്നു. 40 ബോളിൽ 74 റൺസ് നേടിയ ഡീകോക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. ഇന്ന് രാത്രി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചാണ് നടക്കാനിരിക്കുന്നത്.